നോമിനേഷനാണ് നാളെ നടക്കാൻ പോകുന്നത്. വളരെ നിർണായകമായിട്ടുള്ള നോമിനേഷനാണ് നാളെ നടക്കുന്നത്. തീർച്ചയായിട്ടും പ്രോമോ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത് പ്രകാരം വളരെ കട്ടികട്ടിയായിട്ടുള്ള പല തരത്തിലുമുള്ള ഒരു ഓപ്പൺ നോമിനേഷൻ രീതിയിലോട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതും പലരെയും അങ്ങേയറ്റം രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പലരും രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ അനീഷിനെയൊക്കെ എടുത്തു കാണിക്കുന്നുണ്ട്. അനീഷൊക്കെ തന്നെ അങ്ങ് കട്ടയ്ക്ക് രൂക്ഷമായി വിമർശിക്കുക തന്നെയാണ്. അതായത് അങ്ങ് വിളിച്ചു പറയുവാണ് പച്ചയ്ക്ക് ഓരോ കാര്യങ്ങൾ. ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്നുള്ള ആ പേര് പ്രോമോയിൽ കാണിക്കുന്നില്ലെങ്കിൽ പോലും ആ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തിയെ അതിരൂക്ഷമായി തന്നെയാണ് അനീഷ് അത്രത്തോളം പച്ചയ്ക്ക് പറയുന്നത്. ഷാനവാസ് വരുന്നു, അതോടൊപ്പം തന്നെ അക്ബർ, അങ്ങനെ ടോട്ടലായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ടുള്ള കലിപ്പിലുള്ള ഒരു നോമിനേഷൻ തന്നെയാണ് നാളത്തെ കാണിച്ചിരിക്കുന്നത്. ഓപ്പൺ നോമിനേഷൻ ആയതുകൊണ്ട് തന്നെയും തുറന്നടിച്ച് പറയുന്ന തരത്തിൽ തന്നെയാണ്. ഇനിയിപ്പോ ആരെയും പേടിക്കാനില്ല, കാരണം 10 ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോ എല്ലാം പച്ചയ്ക്ക് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഓപ്പൺ നോമിനേഷൻ ആയതുകൊണ്ട് തന്നെയും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. പക്ഷെ എത്ര പേർ നോമിനേഷൻ ലിസ്റ്റിൽ വരും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം. പിന്നെ അത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട നോമിനേഷനാണ്. അതായത് അതിന്റെ അകത്ത് ഇപ്പോഴും പലരും വെളിയിൽ പോകാനായിട്ട് അർഹതപ്പെട്ടവർ ഇപ്പോഴും അതിനുള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ തന്നെ നോമിനേഷനിൽ വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും നാളത്തെ നോമിനേഷൻ അതിനിർണായകം തന്നെയാണ്. ആരൊക്കെ വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.